ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചട്നി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനോടും കൂടിയാണ് പറയുന്നത്, നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ തന്നെയാണോ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് നോക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ചട്നി, എന്ത് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചട്നി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഉഴുന്ന് പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ നമ്മുടെ ചട്നിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ ഇവിടെ ഉഴുന്ന് പരിപ്പ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 7-8 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 4 വറ്റൽമുളക്, 3 വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതേ ക്യാബേജ് ആണ്. അപ്പോൾ നമ്മുടെ ചട്നി ക്യാബേജ് ചട്നിയാണ്. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് ചേർക്കുന്നുണ്ട്. 1.5 കപ്പ് ക്യാബേജാണ്, ഈ ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇത് ഓവർ കുക്ക് ചെയ്യൊന്നും വേണ്ട, ഇതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. അടുത്തതായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ തക്കാളി, നന്നായി പഴുത്ത ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പുളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം പുളിയാണ് ചേർക്കുന്നത്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി. തക്കാളി ചേർക്കുന്നത് കൊണ്ട് തന്നെ പുളി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുളിയുടെ കൂടെ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. അങ്ങനെ തക്കാളിയും തേങ്ങയും പുളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി, വേറൊന്നുമല്ല, ഉപ്പാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യമേ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വേണ്ടുന്നതെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇനിയല്ല കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ചട്നി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് കടുക് വറുത്തിടുകയാണ്. അപ്പോൾ അത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, കാരണം നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലാണ് എല്ലാ കാര്യങ്ങളും വഴറ്റിയത്, അതിന് ശേഷമാണല്ലോ അരച്ചെടുത്തത്. അപ്പോൾ താല്പര്യമില്ലെങ്കിൽ അത് ചെയ്യേണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ഒരു 3-4 വറ്റൽമുളകും ചേർത്തിട്ട് കടുക് വറുത്തിടാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ക്യാബേജ് ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയവർക്കൊക്കെ അറിയാമായിരിക്കും ഈ ഒരു ചട്നിക്ക് ക്യാബേജിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതൊരു ക്യാബേജ് ചട്നിയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരു ടേസ്റ്റി വെറൈറ്റി ചട്നിയാണിത്. പിന്നെ ഈ ഒരു ചട്നിയിൽ തക്കാളിയും തേങ്ങയൊക്കെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. തക്കാളി ഒഴിവാക്കിയാൽ അതിന് പകരം പുളി കുറച്ച് കൂടുതൽ എടുക്കാം. പിന്നെ തേങ്ങ ചേർക്കണമെന്നും ഒട്ടും നിർബന്ധവുമില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട്
എങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻസിൽ കൂടി എന്നെ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ വേറെയും ചട്നി റെസിപ്പി ഉണ്ട്, അതുപോലെ ദോശ റെസിപ്പീസും ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്